അപ്പോൾ നമ്മളിന്നുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇവിടെ ഡി ജാം കിടക്കുന്നുണ്ട്. ഡി ജാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഹീറോസിൻ്റെ പരിപാടി കിടക്കുന്നുണ്ടാവും. അവിടെ നമ്മളുള്ളത് ഒരു സ്ഥാപനം തുടങ്ങി അവിടെ നിന്നും നിരവധി കുട്ടികളെ നിരവധി പേരെ വാർത്തെടുത്തുകൊണ്ട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളുടെ മണ്ണിലേക്കൊക്കെ തന്നെ കൊണ്ടെത്തിച്ച ഞങ്ങളുടെ സ്വന്തം നമുക്ക് വേണ്ടിയിട്ട് ഡൈനാമിക് ഹീറോസ് തന്നു. അതിനൊപ്പം തന്നെ ഇത്ര വർഷങ്ങളായിട്ട് ഡി ജാം ഈ ഒരു വേദിയിൽ അവതരിപ്പിച്ചുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഏറ്റവും ഫ്രണ്ട്സിലെ, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് കുടുംബമാണ്. പ്രത്യേകിച്ചാണ് നമ്മുടെ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വോളിയം ബട്ടൺ അമർത്തി പൊട്ടിക്കണ്ട. കാരണം ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്കിത് ഓണാക്കാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് മ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പേര് അന്നത്തെ നമ്മളെ സെലിബ്രിറ്റി ആയിട്ട് നമ്മളെ എന്താ പറയുക പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമ്മാനിച്ചു. ഏകദേശം 2016 ഇടിയിലെ വളരെ വ്യത്യസ്തമായിട്ട് ജയസൂര്യയെ മുൻനിർത്തി വന്നിട്ടൊരു സിനിമയാണ്. അതിലെ കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടമാണ്. നമുക്ക് സമ്മാനിച്ചൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. നല്ല കൈഡിയോടുകൂടി തന്നെ ഡി ജാം 2025 സ്നേഹപൂർവ്വം തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. 2025 എന്നുള്ളത് ഇങ്ങനെ 26, 27 ഇങ്ങനെ ഒരുപാട് വർഷക്കാലങ്ങളിൽ ഒരുപാട് മിടുക്കന്മാരെയും മിടുക്കികളെയും ഒക്കെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഡി ജാമിന് ഡൈനാമിക് ഹീറോസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സാക്ഷ്യപ്പെടുത്തി ഡി ജാം 2025 ഔപചാരികമായിട്ടൊരു തീയതി തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം വേണം, ആശീർവാദം വേണം. നമ്മുടെ കുട്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ട്രെയിനേഴ്സ് ഒന്ന് സ്റ്റേജിലേക്ക് വരാം. അഞ്ജന, അഗൻ, വിഷ്ണു, വൈഷ്ണവ് ഒന്ന് സ്റ്റേജിലേക്ക് വരാം. നമ്മൾ നോക്കണം, നമ്മൾ ഈ ചെറിയ മക്കളെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നേരം ഭക്ഷണം കൊടുക്കാൻ ഇരുന്നാൽ പോലും കൃത്യമായിട്ട് പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കില്ല. പക്ഷേ ഇവരെ ട്രെയിൻ സമയം എടുത്തുകൊണ്ടല്ലേ അവർക്ക് കറക്റ്റായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നൽകണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ട്. അവരുടെ കൂടെ വലിയ സപ്പോർട്ടും സഹകരണം ഒക്കെയാണ് നമ്മുടെ ഒരു വിജയമാകുന്നത്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഡി ജാം ഫാമിലിയാണ് ഒരുമിച്ച് ചേർന്ന് ഒരു രീതി തെളിയിക്കുകയാണ്. കിട്ടാൻ കാരണം എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ കൂടെ നിന്ന് എല്ലാവരും, അതായത് അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ലെവലിലെത്തിയത്. ഇതിപ്പോ ഇന്ന് നിങ്ങൾ ഈ ഒരു ഡി ജാം എന്നൊരു പ്രോഗ്രാം എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും ഒരുപാട് ഞങ്ങളുടെ അതായത് ഞാൻ മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ്, ഡ്രസ്സ് പോലും വാങ്ങിച്ചു കൊടുത്തിട്ട് മാറാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് കാശുമാരി കൂടി വന്നത്. അതായത് ഇന്നലെ പോലും ഞങ്ങൾ ഉറങ്ങാതെ ഇതിനു വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ ഒരൊറ്റ കാര്യമുള്ള, ഈ പ്രോഗ്രാം കഴിയുന്നവരെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും കുറവുകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ആരും ഇവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല. ഞങ്ങളൊരു ഇവന്റ് മാനേജ്മെന്റ് ഒരു ടീമോ കാര്യങ്ങളല്ല, ഞങ്ങൾ തന്നെയാണ് ഈ നിൽക്കുന്ന ഞങ്ങൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വലിയൊരു ടീം വർക്കും ഇല്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് ടൈം ഉറങ്ങാത്ത സമയങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഡി ജാമിന്റെ പ്രോഗ്രാമിൽ ഇത്രയധികം ഗസ്റ്റുകൾ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയത്. അത് വലിയൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഷീമാട്ടിയുടെ കുറച്ച് പറയുള്ളൂ. ഷീമാട്ടിയുടെ വർക്കിനാണ് സാജിദാനെ കണക്ട് ചെയ്ത് നമ്മുടെ അനുസ്ക കണക്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. അങ്ങനെയാണ് നമ്മൾ മാളികപ്പുറത്തിൽ ദേവട്ടിനെ കണക്ട് ചെയ്യാൻ പറ്റിയത്. ഇന്ന് ദേവട്ടി നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻറ്റ് കൂടിയാണ്, ഇല്ലേ ദേവട്ടി? അതുപോലെ
സാജിക, താങ്ക് യു സോ മച്ച് ഇത്ര തിരക്കിൻ്റെ ഇടയിൽ വന്നതിന്. ദേവട്ടി, താങ്ക് യു സോ മച്ച് വന്നതിന്. ആൻഡ് ബി ബോയ് സാൻ, നമ്മൾ ഭയങ്കര സുഹൃത്താണ്, ഭയങ്കര വൈറൽ മനുഷ്യനാണ്. അപ്പോൾ താങ്ക് യു സാൻ. ഞാൻ കുറച്ച് പറഞ്ഞു നിർത്താണ്. ആൻഡ് എഡിറ്റ് സാർ, എനിക്കൊന്നും പറയാനില്ല. കാരണം ഇന്ന് DJAM എന്നുണ്ടെങ്കിൽ എന്താണ്, തൃശ്ശൂർ പൂരത്തിന് ആനയില്ലാതെ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ പോലെ DJAMന്റെ എഡിറ്റ് സാറില്ലാതെ പരിപാടി ഇല്ലാത്ത അവസ്ഥയാണ്. ഇന്ന് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ ഇന്ന് മൈക്ക് പിടിച്ച് ഇങ്ങനെ വിറക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് റീസൺ എൻ്റെ എഡിറ്റ് സാറാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. എനിക്കൊരു 2 പേരും കൂടി ഇങ്ങോട്ട് വിളിക്കാണ്ട്. നൗഷാദോ, എവിടെ ദിബീഷല്ല, പ്ലീസ്. തിരക്കിൻ്റെ ഇടയിൽ എവിടെ ഉണ്ടോ? മേലെയുണ്ട്. ഒന്ന് കൂട്ടാ, ഓടിയോ, സമയമുണ്ട്. അപ്പോൾ ആൻഡ് ഈ ഒരു പ്രോഗ്രാമിന് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ അച്ഛനാണ് അജയ് സാറ്. താങ്ക് യു. ഇവാൻ്റെ അച്ഛനാണ്. ഈ ഒരു പ്രോഗ്രാം പറഞ്ഞപ്പോൾ തന്നെ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് സ്പോൺസർഷിപ്പിൽ ഉപരി എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഷാനി എന്ത് സപ്പോർട്ടുകളും പറഞ്ഞോട്ടോ, എന്ത് സപ്പോർട്ടുകളും പറഞ്ഞോട്ടോ എന്നാണ് ആകെ പറയാനുള്ള വാക്ക്. അത് അത്രയും പോസിറ്റീവായിട്ട് എനിക്ക് എൻ്റെ കൂടെ നിന്ന് അജയ് സാർ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഫാമിലി ആൻഡ് ശരൺ മാം, താങ്ക് യു സോ മച്ച്. ആൻഡ് മൈ ഇന്ന് ഞാനിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എൻ്റെ കൂടെ ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പാരൻസ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാരാണ്. ഇവരില്ലാതെ ഇത് നടക്കില്ലല്ലോ. ഓക്കെ, താങ്ക് യു. നൗഷാദ, ദിബീഷേട്ടൻ, ഇന്ന് നമ്മൾ ഈ DJAM നടത്താനുള്ള മെയിൻ റീസൺ ഇവരാണ്. ഇവരില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നിങ്ങളില്ല എന്നാണ് അവസ്ഥ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്ത്യക്കൊക്കെ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അത് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡാൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഓഫ് ഡാൻസ് എന്ന അമേരിക്ക നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടിയിട്ട്, അതായത് കേരളത്തിൽ, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് വാങ്ങിച്ചാണ് മോഹൻ പാണ്ഡെ. ഞങ്ങളൊരു 5-6 വർഷമായിട്ടുള്ള ബന്ധമാണ്. അത് വിളിച്ചപ്പോൾ ആള് ഞാൻ എന്തായാലും വരും ബ്രോ എന്ന് പറഞ്ഞ്. ആൻഡ് ഇവരുടെ ടീം വർക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രോഗ്രാം കാണാനുണ്ട്. നിങ്ങളെല്ലാവരും വെയിറ്റ് ആണ്, ഒരു സർപ്രൈസ് എലമെന്റ് വരാനുണ്ട്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ഹോൾ ഫാമിലി ആൻഡ് എസ്പെഷ്യലി എൻ്റെ കൂടെ നിൽക്കുന്ന അൻസാറ്, താങ്ക് യു അൻസാർ. എന്താ പറയുക, ഈ ഒരു ഞാൻ മൂവ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിന്ന് വലത് സൈഡിൽ നിന്ന് എൻ്റെ കൂടെ ചുക്കാൻ പിടിക്കാൻ ആളാണ് അൻസാർ. കഴിഞ്ഞ കൊല്ലമൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ആള് തിരിച്ചു വന്ന് ഫുൾ ഫ്ലഡ്ജിലൊക്കെ പോയിക്കൊണ്ടിരിക്കണം. ആൻഡ് ഇതിനെല്ലാത്തിനുപരി നമ്മുടെ ട്രെയിനേഴ്സ് അഞ്ജന, അഗൻ, അപ്പു ഉറക്കില്ലാതെ ഓടുകയെന്ന് പറഞ്ഞാൽ അമ്മാതിരി നമ്മൾ ഇവിടെ നിന്ന് ഓടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ട്രെയിനേഴ്സ് ഉണ്ട്. ബട്ട് എസ്പെഷ്യലി ഇവരെ പറയാതിരിക്കാൻ വയ്യ. കാരണം അങ്ങനെ നമ്മളെ മക്കള് എന്താണ് ഇവിടെ അവർ ചെയ്യുന്നത് വലിയൊരു അത്ഭുതമൊന്നും അല്ല. ബട്ട് എന്നാൽ പോലും ഈ സ്റ്റേജിൽ നിന്നൊരു കാലിങ്ങനെ വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ട്രെയിനേഴ്സിന്. അപ്പോൾ എല്ലാവരോടും ഈ ഒരു പ്രോഗ്രാം കഴിയുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങള് ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഇല്ലേ, തകർക്കണ്ടേ, വേണ്ടേ? ഓക്കെ, അപ്പൊ നമുക്കൊരു ചീഫ് ഗസ്റ്റ് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയനായ പ്രണവിനെ സ്നേഹപൂർവ്വം ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. വല്ലാത്ത ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഡയറക്ഷൻ ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രണവിനെ സ്നേഹപൂർവ്വം തന്നെ DJAM 2025 വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വന്ന് നമ്മളുടെ ഒരു ഭാഗമാകാം. ഒരു 5 minutes അദ്ദേഹം ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തതിനു ശേഷം എത്തിച്ചേരും. 2025. So what do you want to say about this event? Hello everyone. So I have known Shani. Hi. So I have known Shani from a lot of years now, and in fact Shani is the one who has always brought me here in Thrissur, Kerala. Even before World of Dance happened, he was the one who supported us. Before we were world champions. So the love and respect for him is always on the top. Whenever he calls me, I'm like, okay bro, you just tell me, I'll be here. And same for this time, he told me that I'm doing this and you have to come. I was like, okay, done. And I'm very excited and very proud of him because he has always told me that for all the children out here, all the students, he always wants to give something bigger
then he can provide. So the love he has for each and every student is also very huge, and I'm really proud of you, bro. And thank you for having me here. All the best to all the students. I am waiting to watch every one of you perform. Thank you, guys. Let's have a great show. Thank you. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ മറന്നു പോകുന്നൊരു കാര്യം ചില സമയം ചിരിക്കാനാണ്. പക്ഷെ വന്ന് കയറിയ സമയം അതിൽ ദേവനന്ദകുട്ടിയുടെ ചിരി എന്ന് പറയുന്നില്ലേ, നമുക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. നല്ല ചിരിയാണ് ഒരു മുഖത്ത്. അപ്പൊ എന്താണ് പറയാനുള്ളത്? ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻറ് കൂടിയാണ്, ഷാനു മാസ്റ്ററുടെ സ്റ്റുഡൻറ് കൂടിയാണ്. പക്ഷെ ഇവിടെ ഒരുപാട് മെഡിക്കന്മാരും മെഡിക്കലും ഒക്കെ ഉണ്ട്. എന്താണ് അവർ പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാനി ചേട്ടൻ അല്ലെങ്കിൽ ഡൈനാമിക് ഹീറോസ് ആയിട്ട് ആദ്യം കാണുന്നത് സാജിദ് അങ്കിൾ ഡയറക്ട് ചെയ്ത ഷീമാട്ടിയുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയായിരുന്നു. ആ അഡ്വർടൈസ്മെന്റ് ഒരു വലിയ ഹിറ്റായി. അതും ഇവിടുത്തെ തന്നെ സ്റ്റുഡൻസിന്റെ കൂടെ എനിക്ക് കാണാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഒരു അവസരം അന്ന് ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും ഒത്തിരി തിരക്ക് കൂടി നിന്നൊരു ദിവസങ്ങളിലൂടെയാണ് ആ ഷൂട്ട് പോയത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും സമയമില്ലായിരുന്നു. അങ്ങനെ ഷൂട്ട് നടക്കുന്നതിന് അന്നാണ് ഷാനിച്ചേട്ടൻ വന്ന് എന്നെയും അതുപോലെ തന്നെ ബീനാമേനെയും സ്റ്റെപ്പ് പഠിപ്പിച്ചൊരു 1.25 മണിക്കൂർ കൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആക്കി തന്ന് ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നൊരാളാണ് ഷാനിച്ചേട്ടൻ. അതും ഇപ്പോൾ ഞാൻ ഡൈനാമിക് ഹീറോസിന്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഒത്തിരി പ്രോഗ്രാംസിന് വേഗം ഓരോ ഡാൻസ് വേണ്ട സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്തതാണ് അഞ്ജന മിസ്സും അതുപോലെ തന്നെ ഷാനി ചേട്ടനും. ഒത്തിരി ഓരോ ദിവസവും, അതും ഒറ്റ ദിവസമേ ചിലപ്പോൾ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഞാൻ മുന്നത്തെ ദിവസം വിളിച്ചു പറയും, ചേട്ടാ എനിക്കൊരു ഡാൻസ് വേണം, ചെയ്തു തരാൻ പറ്റുമോ? അപ്പോൾ ഫുൾ റെഡി ആയിട്ടാണ് അഞ്ജന മിസ്സും ഷാനി ചേട്ടനും എന്നെ ഫുൾ ഡെഡിക്കേഷനോടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൈനാമിക് ഹീറോസിനും അതുപോലെ തന്നെ ഷാനി ചേട്ടനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാനും ഇതുപോലെ തന്നെ ഒത്തിരി ഡാൻസ് സ്കൂൾസിൽ പോയി ഡാൻസ് പഠിച്ചതാണ്. പക്ഷെ ഒരു ഡാൻസ് മാസ്റ്റേഴ്സും ഒരു ഡാൻസും ഫുള്ളായിട്ട് പഠിപ്പിച്ചിട്ടുമില്ല. അവർക്ക് ആ ഒരു അവരത് അത്ര ആത്മാർത്ഥതയോടെ അല്ല ചെയ്യുന്നത്. ഞാൻ ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്യുന്ന കണ്ടത് ഷാനിച്ചേട്ടനാണ്. അത് ചേട്ടൻ ഒത്തിരി ഡെഡിക്കേഷൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിന് ഷാനിച്ചേട്ടൻ ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒത്തിരി കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിച്ച് ഇനി വലിയ വലിയ ആൾക്കാരാകാൻ ഇവരെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതും ഇത്രയും ബഹുമാന്യ വ്യക്തികളുടെ കൂടെ, അതുപോലെ എൻ്റെ ഒത്തിരി പ്രിയപ്പെട്ട ഷാജുകളുടെ കൂടെ ഈ സ്റ്റേജ് പങ്കിടാൻ കഴിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമ്മളുടെ 90s കിഡ്സിന്റെ ഒക്കെ ഒരു മനസ്സറിഞ്ഞ ഒരു ഹാർട്ടൊക്കെ വെക്കുന്നത് പല്ലടി സിനിമയൊക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭോ സിനിമ, അതേപോലെ പ്രത്യേകിച്ചും കുറെ നാളായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ കുറെ നല്ല സിനിമകൾ നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ ഒരുപാട് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും DJAM 2025 ഒരു വേദിയിൽ എന്താണ് പറയുന്നത്? ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിലും ഷാനിഡിങ്ങൊക്കെ പരിപാടിയിലും വരാൻ പറ്റിയത്. ഷാനിന് ഒരു നേരത്തെ ദേവനന്ദ പറഞ്ഞ പോലെ ഒരു അഡ്വർടൈസ്മെന്റ് ഷൂട്ടിൽ അതിന്റെ പേര് അനസർ നമ്മുടെ ഫ്രണ്ട് വഴിയാണ് പരിചയപ്പെടുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രിപ്പറേഷൻ ഇല്ല. ഷാനി കുറെ കുട്ടികളോട്ട് വന്നിട്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി എബോ ആയിട്ടാണ് ഓരോ സീക്വൻസുകളും. അത് വളരെ ഷോർട്ട് ടൈമിൽ അത് എല്ലാവരും ഗോഡ് ബ്ലെസ്ഡാണ് ഷാനിയുടെ കുട്ടികളെല്ലാവരും. കാര്യം അല്ലാതെ പറ്റില്ല അങ്ങനെ ചെയ്യാൻ. അത് മാത്രമല്ല, എനിക്ക് 17 വർഷം ഡാൻസ് സ്കൂൾ റൺ ചെയ്യാനൊക്കെ പറയുന്നത് ചെറിയ ടാസ്ക് അല്ല. അതും ഇപ്പൊ കൊച്ചിയിൽ എനിക്ക് അന്ന് ഷാനിയെ അറിയില്ല. കൊച്ചിയിൽ അതിനുശേഷം അവിടുത്തെ ഇപ്പോഴത്തെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എല്ലാ ഡാൻസേഴ്സും ഷാനിയുടെ സ്റ്റുഡൻസിൽ ഈ ഒരു സ്കൂളിൽ നിന്നാണ് വന്ന് പ്രൗഡോടെ പറഞ്ഞിട്ടപ്പോഴാണ് ഇത്രയും വലിയ ആളൊക്കെ എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലും ഈ ഫംഗ്ഷൻ നിങ്ങൾ പ്രൗഡ് മൊമെന്റ് ആയിട്ട് തന്നെ കാണുന്നു. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ ഷാനിയും ടീമും നടക്കട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഞാൻ റീൽസ് ഒക്കെ കണ്ട് അന്തം വിട്ടിട്ടുള്ളതാണ്. ഒരാൾക്ക് എങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ അല്ലേ? പ്രത്യേകിച്ചും ഒരു കുടിയന്റെ രീതിയിൽ വരിക, അത് ഗംഭീരമായിട്ടൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുക, അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുപോലെ അങ്ങ് നെഞ്ചിലേറ്റുക. അപ്പോൾ എന്താണ് സമയം പറയാനുള്ളത്? അതിൽ നിന്ന് ഒരുപാട് സന്തോഷം. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഷാനിക്ക അതേപോലെ ടീമിലേക്ക് വേണ്ടിയിട്ട് ഒരു ഓഡീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അന്ന് പെർഫോം ചെയ്തിട്ട് ടീമിലേക്ക് കയറാനുള്ളൊരു ചാൻസ് ഒക്കെ വന്നതായിരുന്നു. അന്ന്
മറ്റു കുറച്ച് സാഹചര്യം കൊണ്ട് അത് നടന്നില്ല. അതിനുശേഷം പിന്നെ പല പ്രാവശ്യങ്ങളിലായിട്ട് ഇതുപോലെ പ്രോഗ്രാംസ് നടത്തുന്നത് ഞാൻ വരാറുണ്ട്. ഇന്നിപ്പോൾ ഷാനിക്കയുടെ ഓർത്തിന് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അറിയാം, ഇതിനു മുമ്പുള്ള പ്രോഗ്രാംസിലൊക്കെ ഞാൻ വന്നിട്ട് ഇവിടെയുള്ള കുട്ടികളുടെ ടാലന്റ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. ഈ ഷോ എത്രത്തോളം അടിപൊളിയാവുന്നുള്ളത് അറിയാം. സോ അവസാനം വരെ ഞാൻ എഴുതിയിട്ട് എല്ലാം എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മുടെ സാധിക്ക എന്താ പറയുക, കഴിഞ്ഞ നമ്മുടെ കൽബിൻ്റെ ആ ടൈം മുതൽ അതിനു മുമ്പ് തന്നെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ ആൾക്കാരും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ മോഹൻമാൻ്റെ സാർ, അതുപോലെ തന്നെ ആശാൻ സാർ, എല്ലാവരോടും ഒരുപാട് നന്ദി. പ്രോഗ്രാം എൻജോയ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഒരു ചോദ്യം, നമുക്ക് ആ പെർഫോമൻസ് എന്തായാലും കാണാൻ പറ്റുമോ? അങ്ങനെ പറയരുത്. ഞാൻ എന്നെക്കുറിച്ച് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഥകിന്റെ പ്രാധാന്യം നമ്മൾ മലയാളികൾ ഇങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ തന്നെ കഥക്കിന്റെ ഒരു ക്രമോത്സവം മുൻപോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഭാഗം കൂടിയാണ്, ഡീജാമിന്റെയും ഡൈനാമിക് ഹീറോസിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. സോ എന്നൊക്കെ പറയാം. Namaskar. So, what I always feel is so much proud of Shani Singh Master. So, always ഞാൻ DJമിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 4 വർഷമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഐ നോ ദർ ആർ സോ മെനി ഫാക്കൽറ്റീസ് ബിഹൈൻഡ് ഡൈനാമിക് ഹീറോസ്. ബട്ട് ഇതിൽ ഏറ്റവും വലിയ എനിക്ക് വലിയൊരു അത്ഭുതം, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഇവിടെ വരാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഫാമിലി വിച്ച് മേക്സ് മീ കണ്ടിന്യൂ ടു my journey in Dynamic Heroes is because the respect Shani Master is giving me, and this is so much like എനിക്കറിയാം ഇവിടെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. ഞാനും ഡൈനാമിക് ഹീറോസിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഷാനി എല്ലാ റെസ്പെക്റ്റോടും കൂടിയിട്ടാണ് എനിക്ക് എപ്പോഴും വേദിയിലേക്ക് വിളിക്കുന്നത്. ആൻഡ് ഈവൻ ഐ ഹാവ് ഒരു ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഓൾവേസ് ഹി സീസ് ഇറ്റ് ആസ് ഗസ്റ്റ്. And I'm really proud of him. All the best wishes for all the dancers. Thank you so much. താങ്ക് യു സോ മച്ച്. നമ്മുടെ ബിഫോർ ഡാൻസിന്റെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള പ്രണവ് ശശിധരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ട സമയം. 17 വർഷമായി ഇതിന്റെ പുറകിലൂടെ നടക്കുന്ന യാത്ര. എപ്പോഴും ഒരു ഗുരു നിലയ്ക്ക് ശിഷ്യ വളർന്നാണ് ഗുരുവിന്റെ വളർച്ച. ഒരുപാട് ഗസ്റ്റുകളുണ്ട്. എനിക്ക് 1-2 വാക്യം മാത്രം പറയാനുള്ളൂ. കാരണം ഞങ്ങൾക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആണ്. ജീനിയസ് ഒരു വ്യക്തി ഒരു ഫീൽഡിൽ ജീനിയസ് ആണെങ്കിൽ പാഷൻ ഉണ്ടായിരിക്കും. ആ പാഷനുള്ള ആ വളർച്ചയാണ് കുട്ടികൾ വളരേണ്ടത്. ഈ പാഷൻ ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് എപ്പോഴും സൗകര്യപൂർവ്വം ചെയ്ത കാര്യങ്ങളില്ല. പാഷൻ ഉള്ളവർക്ക് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്ത ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഷാനിക്ക് പാഷനുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര മനോഹരമായ പ്രോഗ്രാം നടക്കുന്നത്. എല്ലാ വർഷവും എന്നെ വിളിക്കും. ഞാൻ കണ്ടൊരു ഷാനിയുണ്ട്, പാവം പോയി എൻ്റെ അടുത്ത് വന്ന് ഒരു 0 ഇപ്പൊ ഹീറോ ആയി. 0 to ഹീറോ വന്ന വലിയൊരു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ വ്യക്തി വളരുന്നത് ഉറപ്പാണ്. ഇത് എനർജി അല്ല, ഞാൻ കാണുന്നത് സിനർജിയാണ്. ഒരുപാട് എനർജികളുടെ സമന്വയമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉയരങ്ങൾക്ക് പോകും. ഷാനിയുടെ ഫാമിലി സപ്പോർട്ട് റെസ്പെക്ട് വായി എല്ലാവരും, കാരണം ഒരുപാട് ഇൻവൈറ്റഡ് ഗസ്റ്റസ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ പല കാര്യങ്ങളും ഫേമസ് ആണ്. എനിക്ക് ഒറ്റ ആഗ്രഹം കൂടെ ഉള്ളൂ, ഡൈനാമിക് ഹീറോയുടെ പേരിൽ വേൾഡ് ഫേമസ് ആയി മാറണം തൃശ്ശൂർ. അതിന്റെ ഷാനിക്ക് എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ജയ് സർ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇന്നും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ ആ സ്നേഹത്തിന് ഒരുപാട് നന്ദി. എന്താണ് പറയാനുള്ളത്? നേരത്തെ പ്രീവിയസ് സംഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിലേക്ക് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ലെവലിലുള്ള സപ്പോർട്ടുകളും കൊടുക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. വരും വർഷങ്ങളിലും തീർച്ചയായും ഡൈനാമിക്സ് ഹീറോസിന്റെ എല്ലാ പ്രോഗ്രാമിലും എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ ഓർഗനൈസേഷൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. എനിക്കറിയാം എല്ലാവരും എക്സൈറ്റഡ് ടു വെയിറ്റ്. നല്ല പ്രോഗ്രാമുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡൈനാമിക് ഹീറോസിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. പണ്ടത്തെ കാലത്തെ പോലെയല്ലേ ഇപ്പോൾ പക്ഷെ
DJM ഫാമിലിയുടെ ഇവിടെ സ്നേഹപൂർവ്വം ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നല്ല കൈയ്യടി നൽകാം. നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവും. അതിന് ഷാനിയോടൊപ്പം കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വളർച്ച എന്നും തന്റെ കൂടി വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം കരുതാറുണ്ട്. ഒരു ഔട്ട്പുട്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇത്രമാത്രം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളാണ് ഈ വരാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഓരോരുത്തർക്കുമുള്ള മൊമെന്റോസ് നമ്മൾ നൽകുകയാണ്. ഓരോരുത്തർക്കുമുള്ള മൊമെന്റോസ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് തന്നെ നൽകാം. ഇനി അടുത്ത പെർഫോമൻസിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത് കുറെ നല്ല സ്കൂളിലെ മനോഹരമായ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കെടുക്കുവാൻ കാര്യമില്ല. നിങ്ങളാണെങ്കിലും മനസ്സറിഞ്ഞെങ്കിൽ നൽകുക. നമ്മുടെ വീട്ടിലെ ചെറിയ മകൾ ഇതുപോലെ ഒരു ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. നമ്മൾ എത്ര സന്തോഷത്തോടു കൂടി ആയിരിക്കും അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക. അതിന് നല്ല രണ്ട് കമന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അവർ നന്നായി പെർഫോം ചെയ്തു അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആണെന്നൊക്കെ നമുക്കൊരു സന്തോഷമാണ് ആസ് എ പേരന്റ് അല്ലേ. ഡൈനാമിക് ഹീറോസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെ അവർ കാഴ്ചവെച്ചത് കണ്ടില്ലോ. ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, എന്താ പറയുക, അവരുടെ ആ ഡ്രസ്സ് പോലും അവർക്കൊന്നും എടുത്ത് നടക്കാനുള്ള ഒരു ഇതുപോലില്ല. അത്രയും ചെറിയ കുട്ടികൾ തന്നെയുണ്ടോ പരിപാടി.
അത് വളരെ വാല്യൂ ആണ് അല്ലേ? അതൊരു മൊമെന്റോ ആണെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അത് വാല്യൂ ആണ്. ഈ മൊമെന്റോ അവനെ സംബന്ധിച്ച് അവന് ഭയങ്കര വാല്യൂ ഉള്ള, അവന് കിട്ടിയ ഒരു അംഗീകാരം കിട്ടിയ ഒരു സ്റ്റേജാണ്. അപ്പൊ നമുക്കൊരു കയ്യടി നല്ലപോലെ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. out of control, hoto ko karke gol.
ശരി, ഷാനി മാസ്റ്റർ വരാൻ സ്റ്റേജിലേക്ക്. പിന്നെ ആരെയും വിളിക്കണ്ടേ? അഖിൽ സാർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഓടിപ്പോരെ സ്റ്റേജിലേക്ക്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ ഷാനി മാസ്റ്റർ സ്റ്റേജിലേക്ക് വരാം. മാത്രം എന്താ, മൊബൈൽ ഫോണൊക്കെ ക്യാമറയൊക്കെ പിടിച്ച് ഓണാക്കിയിട്ടിരിക്കുന്ന ഫാമിലീസ് ഉണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒക്കെ കുട്ടികളുടെ പേരൻസ് ആയിട്ടുള്ളവരാണ് അവരൊക്കെ. അതൊക്കെ പ്രൗഡ് മൊമെന്റ്സ് ആണ് അവരെ സംബന്ധിച്ച്. നമ്മുടെ മക്കളുടെ ഏറ്റവും മനോഹരമായ മൊമെന്റ്സ് ആണ് അതൊക്കെ. എന്തായാലും നിങ്ങൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്ക് മൊമെന്റോസ് നിങ്ങൾ വാങ്ങുമ്പോൾ ക്യാമറ സെന്റർ സൈഡിലുണ്ട്, ഒന്ന് നോക്കിയിട്ട് ഫോട്ടോ അവിടെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഫോട്ടോയും കൂടെ ആവാം. എല്ലാവർക്കും കിട്ടിയോ മൊമെന്റോസ്? ഗിഫ്റ്റ് ഒക്കെ കിട്ടിയില്ലേ? നിങ്ങളെ ഗിഫ്റ്റ് ഒന്നും മറക്കാതെ വീട്ടില് അല്ലെ, പേരൻസ് ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കണേ. അവിടെ ഇതിനകത്തൊരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അത് കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഫാമിലി ഒന്ന് റിസീവ് ചെയ്തേക്കണം. അപ്പൊ നിങ്ങളൊന്ന് ഒരുമിച്ച് നമുക്കൊരു ഫോട്ടോ ആവാം. അടുത്തതായിട്ട് പെർഫോമൻസിന് വരുന്നത് ഡൈനാമിക് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ ഇങ്ങനെ ഗംഭീര പെർഫോമൻസുമായിട്ട് വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് പോകുന്ന മുന്നോടിയായിട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സനോബ്. ശരി, എവിടെ ഫ്യൂച്ചർ? എവിടെ? ഞങ്ങളിങ്ങനെ ഫ്യൂച്ചർ എന്നങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്.
is in his mind. And again, this time for just this DJam, he told, I want a special performance, and we made sure we do it full out. And yes, thank you so much, Shani, and I will. അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഷാനി ഇതുപോലൊരു വലിയൊരു പരിപാടിയിൽ ഞങ്ങളെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. കാരണം ഇത് ഇത്രയും ഒരുപാട് സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഇങ്ങനൊരു വലിയൊരു പരിപാടി ചെയ്ത് തന്നെ അത് ഞങ്ങളേക്ക് എന്തുകൊണ്ട് ക്ഷണിക്കാൻ വൈകി എന്ന് ചോദിച്ചാൽ പറയും കഴിഞ്ഞ വർഷം വിളിച്ചിട്ട് വന്നില്ല എന്ന് പറയും. അതല്ല, എന്തായാലും ഈ പ്രാവശ്യം വിളിച്ച്
ഞങ്ങളിവിടെ ഒരു പെർഫോമൻസിന് ഈ സ്റ്റേജിൽ തന്നതിന് വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷാനിനെ അറിയാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-17 വർഷത്തോളമായിട്ടുണ്ട്. അതായത് ഷാനി എറണാകുളത്ത് വരുമ്പോൾ തൊട്ട് ഷാനിനെ അറിയാവുന്നതാണ്. എല്ലാ വർഷവും ഷാനി ഈ പ്രോഗ്രാമിന് വേണ്ടി വിളിക്കാറുണ്ട്. നമുക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, ഷെഫീർ ഉണ്ടോ? ഞങ്ങളെപ്പോഴും ഷാനി ഷെഫീർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങളൊരു 2009 ഒരു റിയാലിറ്റി ഷോ വിൻ ചെയ്തു. ലൈക്ക് ഞങ്ങളൊരു ടീം വർക്ക് തന്നെ അടിപൊളിയായിരുന്നു. ആ ടീമിൽ ഉള്ള മുതലുകൾ നിൽക്കുന്നതൊക്കെ ഇത് നോക്കണ്ടട്ടാ, കിട്ടാൻ പെർഫോമൻസ് വേറെ ലെവലാ. അൻസാറൊക്കെ കിട്ടുന്ന പെർഫോമൻസ്. സുബി ഇനിയുണ്ട്. ഞങ്ങൾ കുക്കൊക്കെ ലാസ്റ്റ് ഞങ്ങൾ ജൂനിയറായിട്ട് കയറി വന്നിട്ടാണ്. ആ ഒരു ടീം വർക്ക് അടിപൊളി. കുക്കിന് മിസ് ചെയ്യുന്നത് കുറേ പേര് വരാത്തുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് സ്റ്റേജിൽ നെക്സ്റ്റ് ഇയറിൽ നമുക്കൊരു പുള്ളി വിളിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ? ഇല്ല. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ എല്ലാ